ഹായ് ഫ്രണ്ട്സ്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വില്ലേജ് അഗ്രോയിൽ നിന്നും ഞാൻ കുറച്ച് പച്ചക്കറി തൈകൾ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വില്ലേജ് അഗ്രോയിൽ നിന്നും കുറച്ച് തൈകളാണ് കേട്ടോ, പച്ചക്കറിയുടെ തൈകളാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് നമ്മുടെ കയ്യിൽ അത് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ അത് ഓപ്പൺ ചെയ്ത് പുറത്തേക്കൊക്കെ എടുത്ത് വെച്ച് വെള്ളമൊക്കെ തളിച്ച് കൊടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഇത് നട്ടു കൊടുക്കുന്നത്. ഒരു കേടുപാടുമില്ലാതെ തന്നെ ഇത് നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെറൈറ്റി മുളകിൻ്റെ തൈകളൊക്കെയാണ് കേട്ടോ ബുക്ക് ചെയ്തത്. സിറാ മുളക്, ഭാസ്കര മുളക്, അതുപോലെ ബ്ലാക്ക് കാന്താരി മുളക്, അതുപോലെ പിന്നെ തക്കാളി മുളക്, അങ്ങനെ കുറച്ച് വെറൈറ്റി മുളകിൻ്റെ തൈകളാണ് കേട്ടോ ഇതൊക്കെ. ഇത് പിന്നെ വൈറ്റ് മുളകിൻ്റെ തൈയാണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ പേരൊക്കെ ഈ കടലാസിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വഴുതനയുടെ കുറച്ച് വെറൈറ്റിയും വാങ്ങിയിട്ടുണ്ട്. ഇത് ആനവെണ്ടയുടെ തൈകളാണ് കേട്ടോ. പിന്നെ കുറച്ച് കുറ്റിത്തക്കാളി, അതുപോലെ ചോളം, പാവൽ, പിന്നെ കുമ്പളം, പടവലം, ചുരക്ക, ഇത് കുറ്റിത്തക്കാളിയാണ് കേട്ടോ. പിന്നെ വഴുതനയുടെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഉണ്ട വഴുതന, വൈറ്റ്, പിന്നെ വയലറ്റ്, ലോങ് വഴുതന, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വില്ലേജ് അഗ്രോയിൽ നിന്ന് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചു. അപ്പോൾ നമ്മൾക്ക് ഏതാ ചെടികൾ വേണ്ടെന്ന് ഒരു ലിസ്റ്റ് ഇട്ട് തരും. അതിൽ നിന്ന് നമുക്ക് വേണ്ട പച്ചക്കറി തൈകൾ ഓർഡർ ചെയ്താൽ അവർ അതിൻ്റെ വിലയൊക്കെ എത്രയാണെന്നുള്ളത് നമുക്ക് റിപ്ലൈ തരും. അപ്പോൾ നമ്മളത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി. DTDC കൊറിയർ സർവീസ് വഴിയാണ് ഇത് നമ്മുടെ കൈകളിൽ എത്തുന്നത്. നല്ല ഹെൽത്തിയായ തൈകളാണ് കേട്ടോ. ഞാനിവരുടെ കയ്യിൽ നിന്നും ഒരുപാട് തവണ ഈ പച്ചക്കറിയുടെ തൈകൾ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ പച്ചക്കറികളൊക്കെ അതിൽ നിന്ന് വിളവ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി തൈകളൊക്കെ വാങ്ങുന്നതിന് മുമ്പ് തന്നെ മണ്ണൊക്കെ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പച്ചക്കറി തൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ അത് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ നട്ടു കൊടുക്കാം. ഞാനിവിടെ ഇത് കുറച്ച് മുന്നേ തന്നെ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വളമായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച പൊട്ടി മിക്സാണ് കേട്ടോ. ഇതിൽ ഭാഗത്തോളം ഉണങ്ങിയ കരിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ഈ പൊട്ടി മിക്സൊക്കെ ഇതിലോട്ട് നിറച്ച് കൊടുത്തത്. അപ്പോൾ നമ്മൾ പച്ചക്കറി തൈകളൊക്കെ ഇനി വിത്തൊക്കെ പാകമാണെങ്കിലും നമ്മൾ കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മൾ മണ്ണൊക്കെ ട്രീറ്റ് ചെയ്ത് വെക്കണം. എങ്കിൽ നമുക്ക് വേഗം വിത്തൊക്കെ പറിച്ച് നടാനാവുന്ന സമയത്ത് നമുക്ക് വേഗം നട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ 2 3 ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളൂ എങ്കിലും അവർ 2 നമുക്ക് ഓരോ തൈകളും ഫ്രീ ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു തൈന് 4 രൂപയൊക്കെയാണ് വില വരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തൈകൾ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചട്ടിയിൽ 2 തൈകൾ വെച്ചാണ് കേട്ടോ മുളകിൻ്റെ തൈകൾ നട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുളകിൻ്റെ തൈകളൊക്കെ നമുക്ക് 2 വെച്ച് നട്ട് കൊടുക്കാം. വെണ്ട ഇതൊക്കെ നമുക്ക് ഓരോ തൈ വെച്ച് ഓരോ ഗ്രോ ബാഗിലൊക്കെ നട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മുളകിൻ്റെ തൈകളാണ് ഈ ചട്ടിയിലൊക്കെ നട്ട് കൊടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മൾ തൈകളൊക്കെ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സ്യൂഡോമോണസ് ലായനി ചുവട്ടിലൊഴിച്ച് കൊടുക്കുക. ഓരോ 10 ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് ചുവട്ടിലും ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇലകളിലൊക്കെ ആവുന്ന രീതി സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല കരുത്തോടെ ചെടി വളർന്നു വരികയും പ്രതിരോധശേഷിയോട് കൂടി വളർന്നു വരും. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.